ചാരിത്രശുദ്ധിയില്ലാത്ത മക്കള് ഏതൊരു കുടുംബത്തിനും അപമാനമാണ്. അവരുടെ ജീവിതശൈലി കാരണവും അവരുടെ ദുർനടപ്പ് കാരണവും മാതാപിതാക്കളും കുടുംബങ്ങളും എത്രത്തോളം പരാജയപ്പെട്ട് നാണക്കേടിലായി ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ആ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആ കുടുംബം അത്രത്തോളം വേദനയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരം ചാരിത്രശുദ്ധിയില്ലാത്ത മക്കളെക്കുറിച്ച് വിഷമിക്കുന്ന, വേദനപ്പെടുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കാണ്. ആ മക്കൾ സൽസ്വഭാവത്തിലേക്ക് വരാൻ കാരണമാകുന്ന അത്ഭുതകരമായൊരു ഇസ്മ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലുണ്ട്. നിങ്ങളിത് ചൊല്ലി നോക്കൂ, തീർച്ചയായിട്ടും മക്കൾ സൽവഴിയിലേക്ക് വരാൻ അത് കാരണമാകും. നമ്മുടെ പെൺകുട്ടികൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലും സ്കൂളിൽ പഠിക്കുന്ന അവരുടെ ബോയ് ഫ്രണ്ടുമായിട്ടുള്ള കറക്കത്തിൻ്റെ പേരിലും അവരുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മോട് ആളുകൾ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ മോൾ അങ്ങനെയാണ്, അവരിങ്ങനെയാണ്, നിങ്ങളുടെ മോൾ അങ്ങനെയാണ്, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? അവർ സൽവഴിയിലേക്ക് വരാൻ കാരണമാകുന്ന ഇസ്മാണ്. നിങ്ങളിത് ചെയ്തു നോക്കൂ. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മിനും അത്രമേൽ മഹത്വമുണ്ട്. അതുകൊണ്ട് ചെയ്യുമ്പോൾ അത് റിസൾട്ട് ലഭിക്കും. കാരണം അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഇസ്മിനെ കുറിച്ച് കൃത്യമായി പഠിക്കാം. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കിയാൽ നിങ്ങൾക്കതൊക്കെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ അഡ്മിഷന് വന്നു, പലരും നമ്മൾ എടുത്തു, പലരും നമ്മൾ എടുക്കാതെ വെച്ചു. ഇൻ്റർവ്യൂ ചെയ്തിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ എടുക്കും. നമ്മുടെ മക്കളൊക്കെ ദീനീ ചിട്ടയിൽ ജീവിക്കേണ്ടുന്ന സാഹചര്യം എത്രത്തോളം വലിയതാണ് എന്നുള്ളത് സമീപകാലത്ത് നടന്ന എല്ലാ വിഷയങ്ങളും നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മക്കളെ വിദ്യാഭ്യാസവും കൊടുത്ത് വളർത്തണം. കേവലം അവർ +2 പഠിച്ചതുകൊണ്ടോ 10ാം ക്ലാസ് പഠിച്ചതുകൊണ്ടോ ഡിഗ്രി പഠിച്ചതുകൊണ്ടോ ഒന്നും മാത്രം കാര്യമായില്ല. എത്രയോ വിദ്യാസമ്പന്നരായ മക്കളെ കൊണ്ടാണ് മാതാപിതാക്കൾ അപമാനം താങ്ങാൻ കഴിയാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ല ദീനീ ചിട്ട കൊടുക്കണം. പഠിപ്പിച്ചാൽ മാത്രം പോരാ, നല്ലൊരു സിസ്റ്റം അവരിലേക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ കാണാം 10ാം ക്ലാസ്സിൽ നിന്നും 7ാം ക്ലാസ്സിൽ നിന്നൊക്കെ മദ്രസയിലെ പൊതുപരീക്ഷയ്ക്ക് 1ാം റാങ്കും ടോപ്പ്+ഉം ഡിസ്റ്റിങ്ഷനൊക്കെ വാങ്ങിയ മക്കൾ നാട്ടുകാരൊക്കെ കാണുകെ വലിയ സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളൊക്കെ വാങ്ങിയ മക്കളായിരിക്കും പിന്നീട് റിയാലിറ്റി ഷോകളിലും ഡാൻസ് ബാറുകളിലും പബ്ബുകളിലൊക്കെ അവരെ DJ ഡാൻസ് പാർട്ടികളിലൊക്കെ കാണുന്നത്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? മതവിദ്യാഭ്യാസം, മതപഠനം കൊടുത്തത് കൊണ്ട് മാത്രമായില്ല. ഒരു സിസ്റ്റം അവരിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അത് ആൺകുട്ടികൾക്ക് ദർസിൽ പഠിക്കാൻ തികഞ്ഞ അച്ചടക്കത്തിൽ, ആത്മീയാന്തരീക്ഷത്തിൽ, ഗൃഹാന്തരീക്ഷത്തിൽ, നല്ല ചിട്ടയിൽ നമുക്കവരെ തിരിച്ചു നൽകാൻ സാധിക്കും. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ദർസിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. അതേപോലെ തന്നെ അവരിൽ നിന്ന് റാങ്ക് വാങ്ങിച്ചവരുണ്ട്, നല്ല മാർക്ക് സ്കോർ ചെയ്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ മക്കളെ ദീനീ ചിട്ടയിൽ നാളെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഖബറും പുറത്ത് വന്ന് ദുആ ചെയ്യുന്ന മക്കളായിട്ട് തിരിച്ചു ലഭിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മെ ഏൽപ്പിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചാരിത്രശുദ്ധിയില്ലാത്ത ആളിൻ്റെ അടുക്കൽ വെച്ച്, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഇത്തരം ബന്ധങ്ങളിലൊക്കെ അകപ്പെട്ട് അതിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞിട്ട് പിന്മാറാത്ത സാഹചര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് വെച്ച് യാ മത്തീൻ എന്ന് പറയുന്ന അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുണ്ട്. യാ മത്തീൻ യാ അല്ലാഹ്, ഇത് 10 തവണ ചൊല്ലിയാൽ അവൾ നന്മയുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. നമ്മുടെ മക്കളൊക്കെ പുതിയ കാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ അകപ്പെടുക എന്നുള്ളത് അത് സ്വാഭാവികമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്തരം സാഹചര്യങ്ങളിലൂടെയാണ് ക്യാമ്പസുകളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള.
എൻ്റെ മോളങ്ങനെ ചെയ്യൂല, എൻ്റെ പെങ്ങളങ്ങനെ ചെയ്യൂല, എൻ്റെ അനിയത്തി അങ്ങനെ ചെയ്യൂല എന്ന് വിചാരിക്കാൻ പറ്റുന്നൊരു ലോകത്തല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മക്കളെ സൽവഴിയിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇവർ നാളെ ആരുടെയെങ്കിലൊക്കെ ഒപ്പം പോയി അവരോട് വരാൻ വേണ്ടി പറയുമ്പോൾ വരാതെ പോലീസ് സ്റ്റേഷനുകളിലോ കോടതികളിലോ വെച്ച് നമ്മളെ കാണുമ്പോൾ അവരോട് നിനക്ക് ആരെ കൂടെ പോകണം എന്ന് പറയുമ്പോൾ അവർ പറയുന്നൊരു സന്ദർഭമുണ്ട്, എനിക്ക് അവൻ്റെ കൂടെ പോയാൽ മതി, എനിക്ക് പ്രവീണിൻ്റെ കൂടെ പോയാൽ മതി, എനിക്ക് അരുണിൻ്റെ കൂടെ പോയാൽ മതി എന്ന് പറയുന്നത്. ഏത് മാതാപിതാക്കൾക്കാണത് സഹിക്കാൻ സാധിക്കുക? ഞാൻ ഈ സംഭവത്തിന് ഒരു കുടുംബത്തിന് നേരിട്ട് ഞാൻ സാക്ഷിയാകുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ആ കുടുംബം ആ കോടതി വളപ്പിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ് ആ മകളുടെ കാൽ കീഴിൽ വീണിട്ട് പൊട്ടിക്കരഞ്ഞ് മോളെ മോളേ എന്ന് വിളിക്കുന്നത് എത്രമേൽ വേദനപ്പെടുത്തുന്നതാണ്. കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി, പൊന്നുപോലെ നോക്കി നന്നായി ബുദ്ധിമുട്ടി പഠിപ്പിച്ച് അവസാനം ആ പഠിച്ച കോളേജിൽ നിന്ന് തന്നെ അവൾ അവരുടെ ഇഷ്ടപ്രകാരം ഒരാളെ കണ്ടെത്തി അവൻ്റെ പിറകെ പോകുമ്പോൾ അതൊരു അന്യമതത്തിൽപ്പെട്ടവരാനും കൂടെ അറിയുമ്പോൾ, അവർ ലഹരി പോലെയുള്ള വിഷയങ്ങളിൽ അടിമപ്പെട്ടവരാനും കൂടെ അറിയുമ്പോൾ ആർക്കാണ് സഹിക്കാൻ സാധിക്കുക? നമ്മളൊക്കെ സ്വപ്നം കണ്ടൊരു കാര്യമുണ്ടല്ലോ, മാതാപിതാക്കൾ നല്ല രൂപത്തിൽ ജീവിച്ചത് കൊണ്ടായില്ല, മക്കളെയും ആ രൂപത്തിലേക്ക് കൊണ്ടുവരണം. ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട് എന്നതുകൊണ്ടായില്ല. ഉമ്മാ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മോൻ സുബ്ഹിയെങ്കിലും നിസ്കരിക്കണം, മോള് സുബ്ഹിയെങ്കിലും നിസ്കരിക്കണം. ഖളാ ആകുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പെങ്കിലും അവരെ വിളിച്ചുണർത്തി ഖളാ ആകുന്നതിൻ്റെ മുമ്പ് നിസ്കരിക്കുന്നൊരു ശീലമുണ്ടാക്കി കൊടുത്താൽ മക്കൾ പിന്നെ വഴിപിഴക്കില്ല. അവരുടെ ഹൃദയത്തിൽ ഈമാനികമായൊരു വെളിച്ചമുണ്ടാവും. പലപ്പോഴും പറഞ്ഞ് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ മക്കളിലൊന്നും ചെറുപ്പനാളിലെ ചിട്ടകൾ കൊണ്ടുവന്നിട്ടില്ല. ചരിത്രശുദ്ധിയില്ലാത്ത ഇത്തരം പെൺകുട്ടികൾ, സ്ത്രീകൾ, ആരാണെങ്കിലും ഏതൊരു കുടുംബത്തിനും അത് ഭീഷണിയാണ്. കുടുംബശുദ്ധി നശിപ്പിച്ച് സമൂഹത്തിൽ എല്ലാ നിലയിലും അപമാനവുമാണ്. ദാരിദ്ര്യവും പട്ടിണിയും കാരണം വേശ്യാവൃത്തിയിലേക്കെത്തിയ ഒരു സ്ത്രീക്ക് സ്വതക്ക ചെയ്ത ഒരാളെക്കുറിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് വേശ്യാവൃത്തി ചെയ്ത് പണം സമ്പാദിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരാൾ സ്വതക്ക ചെയ്യുകയാണ്. അപ്പോൾ ഒരാൾ അതിരാവിലെ സ്വതക്കയുമായി പുറപ്പെട്ടു. അന്ന് അയാൾ സ്വതക്ക നൽകുന്നത് വേശ്യയായ ഒരു സ്ത്രീക്കായിരുന്നു. വേശ്യയ്ക്ക് ദാനം നൽകിയപ്പോൾ ജനങ്ങൾ അയാളെക്കുറിച്ച് പറഞ്ഞു, അയാൾക്കെന്ത് പറ്റി, അയാൾ ആർക്കാണ് ഈ പൈസ കൊടുത്തത്? ഈ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന വേശ്യാവൃത്തിയുടെ പണി ചെയ്യുന്ന സ്ത്രീക്കാണോ പൈസ കൊടുത്തത്? ഇയാൾ എന്ത് പരിപാടിയാണ് ചെയ്തതെന്ന്. അയാൾ ഇന്നൊരു വ്യഭിചാരിക്കാണല്ലോ ദാനം നൽകിയതെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം സ്വതക്ക നൽകിയത്, അദ്ദേഹം സ്വതക്കയുടെ പുണ്യത്തോടൊപ്പം മറ്റൊരു പുണ്യവും കൂടെ അദ്ദേഹം നേടിയെടുക്കുന്നുണ്ട്. അവൾ നിത്യജീവിത വൃത്തിക്ക് വേണ്ടിയിട്ടാണ്, നിത്യജീവിതത്തിലെ ചെലവിന് വേണ്ടിയിട്ടാണ് വേശ്യാവൃത്തി ചെയ്യുന്നത്, അവളുടെ ശരീരം വിൽക്കുന്നത്. ഇന്ന് ദാനം കിട്ടിയതിനാൽ ഇന്ന് അവൾ അതിൽ നിന്നും വിട്ടു നിൽക്കുമല്ലോ, മാറി നിൽക്കുമല്ലോ. അപ്പോൾ അയാൾക്ക് 2 പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. ഒരാൾ ഇത്തരം അപമാനകരമായ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതും ഇത്തരം വിഷയങ്ങളിൽ ഏർപ്പെടുന്നതും വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ പരമാവധി ഇത്തരം ആളുകളെ പിന്തിരിപ്പിക്കാനും അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നെന്ന് മനസ്സിലാക്കാനും അവരെ സൽവഴിയിലേക്ക് കൊണ്ടുവരാനും നമുക്ക് കഴിയണം. നമ്മുടെ മക്കളൊന്നും ഇത്തരം മേഖലകളിൽ എത്തിപ്പെടരുത്. പുതിയ കാലത്ത് മക്കൾ തോന്നിയതുപോലെ ജീവിക്കുകയാണ്. ഇതിൽ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കൾ കൊഴിഞ്ഞു മാറാവതല്ല. കാരണം അവരുടെ ഓരോ നിമിഷങ്ങളിലും കൃത്യമായി ശ്രദ്ധിച്ച് അച്ചടക്കത്തോടു കൂടെ അവരെ വളർത്തുകയാണെങ്കിൽ ഒരിക്കലും അവരത്തരം പ്രവർത്തനങ്ങളിലേക്ക് എത്തില്ല. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യുക. കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയതുപോലെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറയുന്ന വളരെ പവിത്രമേറിയ ദുആ ഉണ്ട്. ആ ദുആ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യാം. ഇത്തരം ദുസ്വഭാവങ്ങളുള്ള മക്കളുടെ സമീപത്ത് വെച്ച് യാ മത്തീനു യാ അല്ലാ, യാ മത്തീനു യാ അല്ലാ എന്ന് 10 തവണയെങ്കിലും ചൊല്ലുക. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരെ സൽവഴിയിലേക്കും നന്മയിലേക്കും
വരാനും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈമാനികമായൊരു വെളിച്ചമുണ്ടാകാനും കാരണമാകും. അതോടൊപ്പം തന്നെ ദീനീ ചിട്ടയിൽ അവരെ വളർത്താനും അവരുടെ വേഷവിധാനങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധിക്കാനും ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.